ഇഞ്ചി കൃഷി അറിയാത്തവരൊന്ന് കണ്ടുപിടിച്ചോ. ഞാൻ മാഷല്ല, എന്നാലും ഞാൻ ചെയ്യുന്നത് കാണാം. കണ്ടോ? അപ്പോൾ ഒരു അരടി ഉയരത്തിലുള്ള മണ്ണ് കൂമ്പാരം, മുകളിൽ 3 അടി 4 അടി വീതി ഉണ്ടാവണം. അതിൻ്റെ മുകളിൽ കണ്ടോ, ഈ ഇളകിയ മണ്ണിൽ നമ്മളിങ്ങനെ ഓരോ കുഴി കുത്തുക, അതിൽ കുറച്ച് ചാണകപ്പൊടി ഇടുക, എന്നിട്ട് മണ്ണിട്ട് മൂടുക. മണ്ണിട്ട് മൂടാൻ ഒരു സെൻറ്റിമീറ്റർ മണ്ണിടാൻ പാടുള്ളൂ. അതിൻ്റെ മുകളിൽ നമ്മൾ ഇഞ്ചി വയ്ക്കും. എന്നിട്ടാണ് ഇത് നടന്നത്. കണ്ടോ? അപ്പോൾ ഇഞ്ചി മിഠായിയൊക്കെ നിങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. ജിഞ്ചർ ക്യാൻഡി, നല്ല സ്വാദ്. അതിൻ്റെയൊക്കെ മധുരമല്ല, അതിൻ്റെ രുചി അറിയുന്നവർക്ക് അറിയാം. കണ്ടോ? നമ്മൾ വയറുവേദനയ്ക്കൊക്കെ ഇതൊരു കഷ്ണം ഇഞ്ചിയോട് കടിച്ചാൽ മതി. അപ്പോൾ ഇഞ്ചി കടിച്ച കുരങ്ങൻ്റെ പോലെ നമ്മൾ വായ പൊളിക്കും, പക്ഷേ നമ്മളുടെ വയറുവേദന ഡിം. ചുക്ക് കാപ്പി അറിയില്ലേ? നമ്മളൊക്കെ പൂരത്തിനൊക്കെ പോകുമ്പോൾ നല്ല മഞ്ഞ് പെയ്യുന്ന രാത്രിയിൽ ചുക്ക് കാപ്പി കുടിക്കില്ലേ? അതൊക്കെ ഈ സാധനമാണ്. അപ്പം നമുക്ക് ഇത് എല്ലാവർക്കും എല്ലാ ഭക്ഷണങ്ങളിലും പോത്ത്, കോഴി, ആട്, മീൻ, അല്ലെങ്കിൽ ഇഞ്ചമ്പുളി, കേട്ടല്ലേ? ഇഞ്ചമ്പുളി എന്ന് വെച്ചാൽ ഇഞ്ചിയാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഇതുപോലെ 1 മണിക്കൂർ മതി ഈ പണിക്ക്. ഉണ്ടോ? ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഇഞ്ചി കഴിക്കാം. അല്ലാണ്ട് കൃഷിക്കാരെ വീട്ടിലിരുന്നിട്ട് കുറ്റം പറയല്ല. കൃഷിക്കാർ മുഴുവൻ വിഷം തെളിക്കാണ്, മരുന്നിടും. കണ്ടോ? ഇതുപോലെ 2 പട്ടയൊക്കെ വെട്ടിയിട്ട് ഇതിട്ട് മൂടി വയ്ക്കണം, ഇല്ലെങ്കിൽ കോഴിയൊക്കെ വന്ന് തിന്നും. അപ്പോൾ കൃഷിക്കാരൻ പോയിട്ട് ഒരു കൃഷി ഓഫീസറുടെ അടുത്ത് പോയിട്ട് ചോദിക്കണേ, സാറേ ഇതിന് എന്താ കേടൊന്നുമില്ല, എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ പറയാം എക്കലക്സ് അടിക്കുക, അല്ലെങ്കിൽ എൻട്രീൻ അടിക്കുക, പോയിസൺ അടിക്കുക എന്ന് പറഞ്ഞിട്ട് ഇന്ന വിഷങ്ങളൊക്കെ എഴുതി തരണം. അപ്പോൾ കൃഷിക്കാരൻ ഒന്നും അറിയാത്ത പാവം പോയിട്ട് ഈ കൃഷി ഓഫീസറോട് ചോദിക്കുമ്പോൾ എന്താ പറയുന്നത്? വിഷം തെളിക്കാനോ പറയുന്നത്, അല്ലാണ്ട് അവനോട് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറയണ്ട. അപ്പോൾ പാവം കൃഷിക്കാരനെ നിങ്ങൾ കുറ്റം പറയരുത്. അവൻ എങ്ങനെയും ജീവിക്കട്ടെ, അവൻ സ്വയം ജീവിക്കണം, അല്ലാണ്ട് നിങ്ങളെപ്പോലെ വല്ലവൻ്റെയും പണിക്ക് പോവല്ല. അപ്പോൾ എല്ലാവരും കണ്ടുപഠിക്കുക, സ്വന്തമായിട്ട് കുറേശ്ശൊക്കെ കൃഷി ചെയ്യുക. കണ്ടില്ലേ? അപ്പം ഞാൻ ചെയ്യണ പോലെ കൃഷി ചെയ്യേണ്ട, നമ്മളുടെ സ്വന്തം ആവശ്യത്തിന്. യു ഡോണ്ട് ഫോളോ മീ ബിക്കോസ് ഐ ആം നോട്ട് ഫാർമർ. I am also doing business, so I am living very well.